വാഴയും മാതെ തുറന്നു വെച്ചാൽ പോരാ, വളവും വെള്ളമൊക്കെ ഇടണം. അതൊന്നും അറിയാൻ വയ്യാത്ത പുലിനട വീട്ടിൽ കള്ളനോ കാണിച്ചേരവിടാ. പിണ്ടി എന്റെ വീട്ടിൽ തന്നെ അണ്ണാ കള്ളല്ല ാണല്ലേ ഭ്രാന്താണെന്ന് വളക്കള്ളതല്ലെന്ന്. കള്ളനകത്ത് കയറി. എന്താ എവിടെ അകത്ത് അകത്താ അകത്ത് കള്ളൻ ഇറങ്ങുക. കള്ളൻ എടി ഇങ്ങനെ വാടി കള്ളനെന്ന് അകത്ത് കള്ളൻ കള്ളൻ കയറിയെന്ന് അതെങ്ങനെ കള്ളാകത്ത് കയറി? അത് ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നല്ലേ. അപ്പം കള്ളൻ താണ്ട് ഇവിടുന്ന് ചാടി താഴോട്ടി ചാടി. അത് കഴിഞ്ഞ് അവിടുന്ന് അവന് ജനലിന്റെ അടുത്ത് പോയി. അവിടെ ജനലിന്റെ അടുത്ത് നിന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ചാടി പുറകെ പോയപ്പോ അവൻ അവിടുന്ന് ചാടി പുറകോട്ടോടി. അപ്പൊ ഞാൻ ഇവിടെ വന്ന് മറഞ്ഞിരുന്നിട്ട് അവൻ വരുന്ന തക്കം നോക്കി ഒരൊറ്റടി അടി അവൻ ചാടിക്കളഞ്ഞു. എന്നിട്ട് മാമന് വല്ലതും പറ്റിയാ? എനിക്കെന്താ പറ്റാനാ മക്കളെ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അയ്യോ അതെ ഈ അവന്റെ മോൻ കണ്ടോ? മോൻ കണ്ട അവൻ എന്റെ മോൻ കണ്ട. അവനെ കണ്ടില്ലേ? അവന്റെ മോൻ കണ്ടോ? അവന്റെ മോൻ ഞാനും കണ്ടല്ല. എങ്ങനെയുണ്ട്? അവന് മൂടിയിട്ടിരുന്നു. മോൻ കണ്ടോ? ആ മൂടിയിട്ട അവന്റെ മുഖം ഞാൻ കണ്ട. അപ്പൊ ആളെ കണ്ടില്ല? ആളെ കണ്ട് ആളെ വ്യക്തമായിട്ട് കണ്ടില്ല. ഏതായാലും അവൻ അകത്തോട്ട് കയറി പോയിപ്പോളെ വല്ല മാരകായുധങ്ങളെ കാണും. ഇത്രയും കാണെങ്കിൽ വേണ്ടനായിരിക്കും. മാരകായുധങ്ങൾ കാണും. എനിക്ക് തോന്നുന്നത് വടക്കം കളരി അറിയാവുന്ന ഏതോ ഭീകരവാദിയാണ്. അവൻ ചില സ്റ്റെപ്പുകൾ കാണിച്ചളിയാ എന്റെ മുമ്പിൽ. എനിക്ക് പിടികിട്ടി വടക്കം കളരി അറിയാവുന്നവനാന്ന്. ഞാനത് കയറാം. നിങ്ങളെല്ലാവരും എന്റെ പുറകെ നിന്നാ മതി. സൂക്ഷിക്കണേ, എന്തെങ്കിലും മടിയിൽ കയ്യിലോട്ട് അറിയില്ല. നിങ്ങളെ എന്റെ പുറകെ നിന്നാ മതി. ചേട്ടത്തി മക്കളെ അവിടെ കള്ളൻ
അയ്യോ ഞാൻ കള്ളനല്ല. അയ്യോ ഇവനാ രാമകൾ കള്ളനല്ല. രണ്ടും ഒന്ന് തന്നെ. ചിന്നുന്റെ ആള് ഞാനാണ് രാമനുണ്ണി. എവനാണോ? അയ്യോ നീ എന്തിനാ പാത്തും പതുങ്ങിയും വീടിന്റെ പുറകിലോട്ട് പോയത്? അയ്യോ ഞാൻ പുറകിലോട്ട് പോയതല്ലേ. പിന്നെ പിന്നെ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം. ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, സർപ്രൈസ്. ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചു. ഇത് പിന്നെ അടവാണ്, പുതിയ അടവാണ്, വിശ്വസിക്കരുത്. അണ്ണാ ഒരു തമാശ കാണിച്ചാലും മനസ്സിലാവും അണ്ണാ. നിങ്ങളെ ഞെട്ടി. വെറുതെ ആവശ്യമില്ലാതെ കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യരുടെ ഉള്ള ജീവൻ പോയി. അതല്ലേ. ബൈ ദ ബൈ, ഐ എം റാം ഫ്രം ദുബായ്. ലൈറ്റ് ആയിട്ടൊരു കോടീശ്വരനാണ് ഞാൻ. മണിക്കുട്ടൻ ഫ്രം കേരള. അല്ലറ തല്ലും മുട്ടുമൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെ കഴിയുന്നു. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, പുലിനട വീട്ടിൽ മണിക്കുട്ടൻ കുരുക്കൾ എന്ന് പറഞ്ഞാൽ ആർക്കാണ് അറിഞ്ഞൂടാത്തത്? കളരിയിൽ മർമ്മകലയിലും ആയോധന കലയിലും അഗ്ര കണ്യൻ, കുഴിക്കളരിയിലും അങ്കക്കളരിയിലും വീരാതി വീര. അണ്ണനെ പരിചയപ്പെടാൻ പറ്റിയ എന്റെ ഒരു ഭാഗ്യോടാ. വടക്കനാണല്ലേ? അല്ല ഞാൻ ദുബായിലായിരുന്നു. വടക്കൻ കളരി. ചെറുതായിട്ട്. ഞാൻ തെക്കനാ. കേമൻ. അളിയാ നിന്റെ കേമത്തരൊന്നും ഇവിടെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു വരിക. അതെ, നമുക്ക് സംസാരിക്കലൊക്കെ പിന്നെ വന്ന കാലത്തിന് നിക്കാതെ വാ, നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണം കഴിക്കാം. വാ. വെള്ളം കുടിക്കണം. ഞാൻ എടുക്കാവേ. വടക്കൻ കളരി ദുബായിൽ സ്കോപ്പ് ഉണ്ടോ? പിന്നെ ഭയങ്കര സ്കോപ്പാണ്. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ആദ്യത്തെ കടം പേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അഗ്നി പരീക്ഷയാണ്. കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഇരിക്കാം, എല്ലാം കഴിക്കാം. ശരി. കുറച്ച് കഴിച്ചാൽ മതിയെ. നീയും ചിന്നുവിനെ മാത്രമേ വിവാഹം കഴിക്കൂവെന്ന് താങ്കൾ വാശി പിടിക്കാൻ കാരണം? അത് പിന്നെ എനിക്ക് ചിന്നുവിനെ മാത്രമാണ് ഇഷ്ടം, അതുകൊണ്ട്. ഇത് ശുദ്ധ കള്ളത്തരമാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയല്ലെന്ന് ഞാൻ പറയും. കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ ചിന്നുവിനെ നാട്ടിൽ നിർത്തുമോ അതോ അങ്ങ് ദുബായിൽ കൊണ്ടുപോകുമോ? അത് പിന്നെ ഞാൻ എവിടെയാണോ അവിടെ നിർത്തും. എങ്ങനെ വ്യക്തമാക്കൂ. അല്ല, ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ എന്റെ ഭാര്യ നിൽക്കും. അതെ കൊള്ളാം. ഇനി ഒരു ടഫ് ചോദ്യമാണ്. വിവാഹശേഷം പാചകം, വീട്ടുജോലി എന്നിവ ആര് ചെയ്യണമെന്നാണ് താങ്കളുടെ അഭിപ്രായം? നാടകം അതെന്ന് തോന്നുന്നു. ഒരു വീടാകുമ്പോ നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങ് ചെയ്യും. അങ്ങനല്ലേ വേണ്ടത്? പിന്നെ അടുത്ത ചോദ്യം. സ്വന്തം ശമ്പളം കൈകാര്യം ചെയ്യാൻ ഭാര്യയെ ഏൽപ്പിക്കുവോ അതോ താങ്കൾ തന്നെ ചെയ്യുമോ? എന്റെ ശമ്പളം ഞാൻ കിലോക്കും. കണ്ടാളിയാ അവന്റെ തനി സ്വരൂപം പുറത്തു വന്ന് കണ്ട. അവന്റെ ശമ്പളം അവൻ സ്വയം ചെലവാക്കുന്നത്. അപ്പോ ചിന്നു പട്ടിണി കിടക്കണം. എന്നാ അണ്ണന് തെറ്റി. അവക്ക് അവളെ സ്വന്തം കാര്യം നോക്കാനായിട്ട് ഞാൻ പ്രാപ്തയാക്കും. അപ്പൊ അവർക്ക് ആരുടെയും മുമ്പ് കൈ നീട്ടി തല ഒലിക്കണോ? അവക്ക് എപ്പോഴും നല്ല തല ഉയർത്തി ജീവിച്ചൂടെ? അടുത്ത ചോദ്യം. വിവാഹശേഷം താങ്കൾ അച്ചി വീട്ടിൽ നിൽക്കുവോ അതോ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുവോ? എന്റെ പൊന്നാണ്, ആ പ്രയോഗമേ തെറ്റാണ്. അച്ചി വീടല്ല, ഭാര്യ വീട് നമ്മളെ സ്വന്തം വീട് പോലെയാണ്, അല്ലേ? ഇനി നിങ്ങളുടെ കലാനിപുണത ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നവരസങ്ങൾ എത്ര? നവരസങ്ങൾ 9. കറക്റ്റ്. അതേതൊക്കെ അഭിനയിച്ച് കാണിക്കുക. ആദ്യത്തേത് വീരം. വീരം. 2 രൗദ്രം. 3
ഇനി എന്നെ ചെറിയണം എന്തിന്? കൊള്ളാം കൊള്ളാം. 3 ഭയാനകം. അത്ഭുതം. ബീഭത്സം. ശാന്തം. കരുണം. ഹാസ്യം. ശൃംഗാരം. അയ്യോ, കൊള്ളാല്ലേ? അണ്ണാ മണിക്കൂട്ടണ്ണ, എനിക്ക് ജിന്നുവിനെ പണ്ടത്തിനേക്കാൾ ഇഷ്ടമുണ്ടാണ് ഞാൻ ഇതുകൂടെ ഒന്ന് ആലോചിച്ചു. അവൾ ഇത്രയും തീരുന്നതല്ലേ, ഇനി അവൾക്ക് കുറച്ച് സന്തോഷമൊക്കെ വേണ്ടി. പണ്ട് എനിക്ക് ജോലി കുലില്ലെന്ന് കൂടെ കല്യാണം മുടക്കി. ഇന്നത്തെ സ്ഥിതി അതല്ല. സന്തോഷമായി മക്കളെ, സന്തോഷമായി. എന്റെ ചിന്നുവിനെ കെട്ടാൻ ഇവനിൽ പരം ഒരു വരൻ വേറെയില്ല. എന്താ മണിക്കൂട്ടാ? അളിയാ, ആദ്യം ഞാൻ ഇവനെ കുറിച്ച് കേട്ടപ്പോ ആളൊരു ഉടായിപ്പായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇവനെ ചോദ്യം ചെയ്തു വന്നപ്പോഴേ ഇവൻ തനി തങ്കവാളിയ, തനി തങ്കം. 17 കാരറ്റ്, 22 കാരറ്റ്, 24 കാരറ്റ് തനി തങ്കം. നമുക്ക് അത് അറിയാം, ഒറ്റയ്ക്ക് വിചാരിച്ച മതിയാ. പിന്നെ എല്ലാരോടും കൂടി ഞാൻ ഒരു കാര്യം പറയാം. എന്തായാലും ഇവന് എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കൂല, അത് ഞാൻ സമ്മതിക്കില്ല. രവി ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. ഇങ്ങോട്ട് മാറ്. ഈ രവിയാണ് എങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഒരു കാര്യം ചോദിക്കട്ടെ, രവിയേട്ടന് നീയും തമ്മിൽ കാര്യമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? ശരിയാ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ട് രവിയേട്ടൻ ഒന്നും പറയുന്നില്ല. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അല്ല, കാര്യമായിട്ടാണെന്ന് വെച്ചാൽ കുറച്ച് ഗുരുതരമാണ്. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.